ശക്തികുളങ്ങര തീരത്തൊക്കെ തന്നെ ഇപ്പോൾ കണ്ടെയ്നറുകൾ തീരെ അണയുന്നുണ്ട്. അജീഷ് ജയകുമാർ ശക്തികുളങ്ങരയിൽ നിന്ന് ചേരുന്നു. അജീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ അവിടെ നിന്ന്? എസ് കെ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ ഈ ബീച്ചിൽ നിന്ന് ശേഖരിച്ച കടൽ വെള്ളം അത് വിദഗ്ധർ അത് പരിശോധിക്കുകയാണ്. അത് ശേഖരിച്ചിട്ടുണ്ട്. അതിനി വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമുദ്ര ഗവേഷണ പഠന കേന്ദ്രം, അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ്, അതിൻ്റെ വിദഗ്ധരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സാർ, എന്താണ് നമ്മൾ ഇപ്പോഴുള്ള നിലവിലെ അവസ്ഥ? നിലവിലെ അവസ്ഥ ഇപ്പം അപകടകര അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അവിടെ കടലിൽ മറ്റ് സ്മെല്ലുകളോ പാടകളോ അടിഞ്ഞിട്ടില്ല. പക്ഷേ അത് നമ്മൾ വാട്ടർ സാമ്പിൾ എല്ലാ സൈറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ കണ്ടെയ്നർ വന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ലാബിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധിച്ച് എന്താണ് കെമിക്കൽ അല്ലെങ്കിൽ എന്താണ് സബ്സ്റ്റൻസ്, അത് ടോക്സിക് ആണോ ഹസാഡസ് ആണോ എന്ന് നമ്മൾ ശാസ്ത്രീയ പരിശോധനയിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഷിപ്പിൻ്റെ ലോഗോ നോക്കിയാൽ എന്താണ് കാരണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഷിപ്പിൻ്റെ ലോഗോ. പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് സൾഫർ ഓയിൽ എന്ന് പറയുന്നുണ്ട്. മറൈൻ ഓയിൽ എന്ന് പറയുന്നത് സൾഫർ കണ്ടന്റ് കൂടിയതാണ്, ഡീസൽ. പക്ഷേ അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. താൽക്കാലികമായിട്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഇല്ല, സാമ്പിൾ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ശാസ്ത്രീയ ലാബിൽ കൊണ്ടുപോയി ഇത് ഏതൊക്കെയാണ് സബ്സ്റ്റൻസ്, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാറ്റിക് ബയോളജി, ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ്. നമ്മളുടെ സോഫിസ്റ്റിക്കേറ്റഡ് സയന്റിഫിക് ലാബിൽ നമ്മൾ ഇത് ശാസ്ത്രീയ പഠനങ്ങൾ വിശകലനം ചെയ്ത് എന്താണ് കെമിക്കൽ, അതിൽ ഹസാഡസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ടോക്സിക് ആയിട്ടുണ്ടോ, അത് വിഷമയമാണോ, അത് ഫിഷിനെ അഫക്റ്റ് ചെയ്യുമോ, ഫിഷ് കഴിക്കുന്ന മനുഷ്യരെ അഫക്റ്റ് ചെയ്യുമോ എന്ന് നമ്മൾ ശാസ്ത്രീയ പരിശോധനയിൽ കൂടി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തൽക്കാലം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയും. പക്ഷേ ശാസ്ത്രീയ പരിശോധന വന്നതിന് ശേഷമേ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു റിപ്പോർട്ടും റിസൾട്ടും നമുക്ക് പറയാൻ പറ്റും. ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അവർക്ക് അവരുടെ മത്സ്യത്തിന്റെ പ്രജന ആവാസ വ്യവസ്ഥയ്ക്ക് ഇല്ലാതാകുന്ന പേടിയാണ്. തീർച്ചയായിട്ടും മൺസൂൺ കാലമാണ് മത്സ്യത്തിന്റെ പ്രജനനം ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മൺസൂൺ നിരോധനം, ട്രോളിംഗ് നിരോധനം നടത്തുന്നത്. പ്രജനന കാലഘട്ടങ്ങളിൽ മത്സ്യങ്ങൾ കരയോടടുക്കുകയും കുഞ്ഞുങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് വളരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷനും മറ്റും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കുട്ടികളാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മത്സ്യത്തിന്റെ പ്രജനന കാലമായതുകൊണ്ടും മത്സ്യത്തിന്റെ ഫ്യൂച്ചർ പോപ്പുലേഷൻ എങ്ങനെ അഫക്റ്റ് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും തൽക്കാലം നമുക്ക് എനിക്ക് തോന്നുന്നു മറ്റ് സ്മെല്ലുകളും പാടകളോ മറ്റോ ഒന്നും കാണുന്നില്ല. വേറെ ഒന്നും അധികം കടലിന് വല്ല വൃത്തിയായിട്ട സ്മെല്ലോ ഒന്നും അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇതൊന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ലാബിൽ ശാസ്ത്രീയ പരിശോധന നടത്തി നാളെയോടുകൂടി റിസൾട്ട് നമ്മൾ പുറപ്പെടുന്നു. എൻ്റെ പേര് ഡോക്ടർ എസ് എം റാഫി, പ്രൊഫസർ ആൻഡ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇപ്പോൾ കേരള സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാറ്റിക് ആൻഡ് ഫിഷറീസ് അതിലെ അധ്യാപകനാണ്. അദ്ദേഹം പ്രൊഫസർ കൂടിയാണ്, ഡോക്ടർ റാഫി. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കണ്ടെയ്നർ അടിഞ്ഞ് ഈ ശക്തികുളങ്ങരയിലെ പല ഭാഗത്തു നിന്നും അതിന്റെ സാമ്പിളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ചില സ്പഞ്ചുകൾ അതുകൂടി അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് കണ്ടെയ്നറിൽ നിന്നും നമ്മുടെ ടാങ്കറിന്റെ ഇടയിൽ ഒരു ഷോക്ക് അബ്സോർബർ മാതിരി വെക്കുന്ന ഒരു സാധനമാണ് ഈ POP മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതും ധാരാളമായിട്ട് കരക്കടിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠനം നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ കണ്ടെയ്നറിൽ നിന്ന് ഈ കണ്ടെയ്നറിനകത്ത് സാധനങ്ങൾ അത് തകരാതിരിക്കാൻ സൂക്ഷിക്കുന്ന സ്പഞ്ച് പോലുള്ള സാധനമാണ്. അതും ഈ കരയ്ക്ക് വലിയ രീതിയിൽ അടിഞ്ഞിട്ടുണ്ട്. ഇത് കരയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വിശദമായി പരിശോധിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.